ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൂൾപാഡ് നോട്ട് 3, അതിൻ്റെ മോഡൽ നമ്പർ 8676I02. അതിൻ്റെ മൈക്ക് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെ മൈക്ക് ഫിറ്റ് ചെയ്യാം, മൈക്ക് എങ്ങനെ 2 പിൻ മൈക്ക് അകത്തിൽ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഒരു ഡിജിറ്റൽ മൈക്കാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഡിജിറ്റൽ മൈക്ക് എങ്ങനെയാണ് നമ്മൾ 2 പിൻ മൈക്ക് ആക്കുന്നതെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്ററാണ്. റെസിസ്റ്റർ ഒരു 1.5K തൊട്ട് ഒരു 4.5K വരെയുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും. അതാണ്. അല്ലാത്ത റെസിസ്റ്റൻസ് വെച്ചാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യും, മൈക്ക് വർക്ക് ചെയ്യും, അത്ര സൗണ്ട് ക്വാളിറ്റി ഉണ്ടാകുകയില്ല. അതാണ് പ്രശ്നം. ഒരു 5K താഴെയുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, 1K താഴോട്ട് പോകാനും പാടില്ല. 1K തൊട്ട് 5K വരെയുള്ള ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഞാൻ സാധാരണ എടുക്കാറുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് അറിയത്തില്ലാത്തവർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കറുത്ത കളറിലുള്ള കമ്പോണൻസ് ആണ് റെസിസ്റ്റൻസ്, SMD റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ഒരെണ്ണം ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് ബോർഡിൽ വെച്ച് മൾട്ടിമീറ്റർ വെച്ച്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ 20K സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഈ റെസിസ്റ്ററിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും പ്രോബ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് കാണിക്കും. അപ്പം ഒരു 5K താഴെയുള്ളതാണെങ്കിൽ, 5 താഴെ റീഡിങ് കാണിക്കുന്നതാണെങ്കിൽ അവനെ ഇങ്ങനെ അഴിച്ചെടുത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡേ ഇരിക്കുമ്പോൾ ഫുള്ള് റെസിസ്റ്റൻസാണ് കാണിക്കുക. ഏകദേശം ഒരു കൊട്ടത്താപ്പ് എന്ന് പറഞ്ഞ പോലുള്ള ഒരു റെസിസ്റ്റൻസാണ് കാണിക്കുക. അപ്പോൾ കറക്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അഴിച്ച് വെച്ചേച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 20K തന്നെ ഇട്ടേച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ റെസിസ്റ്റൻസ് ഇങ്ങ് ഊരിയെടുക്കുക. ഒരു റെസിസ്റ്റൻസ് ആവശ്യമാണ്. ഇഷ്ടംപോലെ ബോർഡുകളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഈ 1200 എന്ന് പറയുന്ന മോഡലിൻ്റെ. ഇതൊക്കെ ആകുമ്പോൾ ബോർഡ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഈ സിം ട്രേയുടെ തൊട്ട് മുകളിൽ ഒരു ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ട്, 3 ലെഗുള്ള. അതിൻ്റെ തൊട്ട് മുകളിലൊരു കമ്പോണൻ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന റെസിസ്റ്റൻസ് ഈ പറഞ്ഞ നമുക്ക് ഉപയോഗത്തിനുള്ള ഒരു റെസിസ്റ്റൻസാണ്. അതായത് സിം ട്രേയുടെ മുകളിലൊരു ട്രാൻസിസ്റ്റർ, അതിൻ്റെ മുകളിൽ നേരെ മുകളിൽ 2 ബ്ലാക്ക് കളർ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്ററിന് 4 ലെഗുള്ള കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിന് തൊട്ടടിയിരിക്കുന്ന റെസിസ്റ്റൻസ്, ഈ കപ്പാസിറ്ററിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന റെസിസ്റ്റൻസ് അതിങ്ങനെ അഴിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ എത്ര വാല്യൂ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റൻസ് അഴിച്ചെടുത്തതിന് ശേഷം അപ്പോൾ മൈക്ക് അഴിച്ച് മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒരു ജമ്പർ വയർ ഇട്ടേച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ മൈക്ക് തന്നെ വയ്ക്കാം. അല്ലെ ബ്ലോവർ വെച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ മൈക്ക് തന്നെ വയ്ക്കാം. അഥവാ ഡിജിറ്റൽ മൈക്ക് നിങ്ങൾക്ക് വയ്ക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2 പിൻ മൈക്ക് വയ്ക്കാവുന്നതാണ്. അതിന് നിങ്ങൾ ഈ 4 പിന്നുള്ളതിൽ നിങ്ങൾ നോക്കുക. ഇതിൽ 2 എണ്ണം നെഗറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും 2 എണ്ണം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് 2 എണ്ണമാണ് നെഗറ്റീവ് എങ്കിൽ, ഇത് നെഗറ്റീവ് എങ്കിൽ ഇത് രണ്ടും പോസിറ്റീവാണ്. പോസിറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഇന്ന് വരുന്നു, ഒരെണ്ണം ഔട്ട് പോകുന്നു. ഈ പോസിറ്റീവിൻ്റെ ഈ 2 പോസിറ്റീവിൻ്റെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് വയ്ക്കുക. അതാണ് ഞാൻ പറഞ്ഞ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വയ്ക്കുക. ഇതിനിടയ്ക്ക് വെച്ച് 2 സൈഡും അങ്ങ് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? നെഗറ്റീവ് 2 എണ്ണം കിടപ്പുണ്ട്. ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണ യൂണിവേഴ്സൽ മൈക്ക് നമ്മുടെ ചൈന ഫോണിൽ നിന്ന് മറ്റേ ഊരിയിട്ട് ഒരെണ്ണം നെഗറ്റീവ് കൊടുക്കുക, ഒരെണ്ണം പോസിറ്റീവ് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്.
ഇങ്ങനെ നിങ്ങൾക്ക് ഇത് റെസ്റ്റോറൻറ്റ് അളവ് ഒരു 1.5 കെ തൊട്ട് 4.5 K വരെ ആണെങ്കിൽ നല്ലതാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും. അതിൽ ഇച്ചിരി വ്യത്യാസം വന്നാലും സൗണ്ട് ശരിയായ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കറക്റ്റ് റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കിയെടുത്താൽ ഒരു പ്രശ്നമില്ല. പിന്നെ ബ്ലോവർ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. ഇവിടുത്തെ ചാർജിങ് റിങ്ങറും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് അത്ര ക്വാളിറ്റി ഉള്ള ഒരു ബോർഡല്ല, അത് സെപ്പറേറ്റ് ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെ 4 ജമ്പർ വയർ എടുത്തേച്ച് നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മൈക്ക് തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, അല്ല മൈക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല എന്നുണ്ടെന്ന രീതിയിൽ 2 പിൻ മൈക്കും ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.